സോ ഹലോ ഗായ്സ്, എല്ലാം നിഞ്ചാസ് ഗെയിമിൻ്റെ അടുത്തൊരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാ കേട്ടായിരിക്കും ഒരിക്കലും സാധനം നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ അടുത്തൊരു എപ്പിസോഡ്. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. പിന്നെ വീഡിയോ കിടക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ശരി, സബ്സ്ക്രൈബ് ചെയ്യുക ഗീസ്. ഓക്കെ, അപ്പം ഞാനിതെന്നും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സപ്പോർട്ട് വളരെ കുറവാണ് ഗീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഗൈസ്. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം ഞാനിവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ബ്രീഡറായിരുന്നു നമ്മൾ പണിഞ്ഞിരുന്നത്. ഈ ഒരു ബ്രീഡർ വർക്കിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എഫിഷ്യൻ്റ് അല്ല ഗൈസ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വില്ലേജർ എവിടെ നിന്നാണ് വരുന്നത്? ഈ ഒരു വില്ലേജർ ഒരു ബേബി വില്ലേജറായിട്ട് വന്നതാണ് ഗൈസ്. കാരണം ഇവനാണെങ്കിൽ അങ്ങോട്ട് പോകുന്നില്ല. എന്നുവെച്ചാൽ ഇവനാണെങ്കിൽ ഈ ഒരു ബെഡ് കാണുന്നില്ല കേസ്. എനിക്കറിയത്തില്ല, ബെഡ് കാണുന്നില്ല. അതുകൊണ്ട് അവൻ ആ കുഴിക്കകത്തോട്ട് വീണില്ല കേസ്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ കിടന്നങ്ങ് വളർന്നു കേസ്. ഓക്കെ, സോ പിന്നെ ഈ ഒരു വീട് ഇതെൻ്റെ ഒരു ബേസിൻ്റെ വർക്കിംഗ് ആണ് കേസ്. ഓക്കെ, ഇത് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേസ്. ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചാണ് കേസ്. എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ റെക്കോർഡർ പോയി. എന്തവസ്ഥയാണ് കേസ്. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാതെ ഞാൻ ഇവിടെ എല്ലാം ചെയ്ത് കേസ്. ഓക്കെ, ഐ ആം റിയലി സോറി. നമുക്ക് എന്തായാലും റെക്കോർഡ് ചെയ്യാൻ നോക്കാം. സോ നമുക്ക് ഈ വീടിൻ്റെ ബാക്കി ഈ ഒരു വീടിൻ്റെ ഇത് ചുമ്മാ ഒരു പെട്ടിയായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇരിക്കുന്നത് കേസൊക്കെ. സോ ഈ ഒരു വീടിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് പണി ചെയ്യാൻ വന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് എനിക്കൊരു ഡോർ വേണം, ഇവിടുന്ന് എനിക്കൊരു ബെഡ്റൂം വേണം. ഈ ഒരു സൈഡിലോട്ട് എനിക്കൊരു ബെഡ്റൂം വേണം. അപ്പോൾ ഞാൻ ഐറ്റംസൊക്കെ ഓൾറെഡി 90 ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു പിക്കാക്സ് എന്ന് മാത്രമേ ഉള്ളൂ ഈ സക. അപ്പം സോ നമുക്കെന്തെങ്കിലും ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ ആ ഒരു റൂം പണിയാൻ തുടങ്ങാം ഗീസൊക്കെ. സോ ഇത് മേൽക്കൂര ഒന്നും ആയിട്ടില്ല ഗീസൊക്കെ. അപ്പം തുടങ്ങി വെച്ചതേ ഉള്ളൂ ഗീസ് പണി. മേൽക്കൂര ഒന്നും ആയിട്ടില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ബെഡ്റൂം പണിയാമെന്ന് മാത്രമേ ഉള്ളൂ ഗീസൊക്കെ. സോ നമുക്ക് ഇത്ര ഏരിയ വേണം. എന്നിട്ട് നമുക്ക് 4 ബ്ലോക്ക് ഹൈറ്റിലോട്ട് നമുക്ക് വേണം ഗീസ്. 1 2 3 4 5 ബ്ലോക്ക് ഇരിക്കട്ടെ. 5 ബ്ലോക്ക്. ഇത് റൂം അത്ര ചെറുതുമാകരുത് ഗീസൊക്കെ. റൂം അത്ര ചെറുതുമാകരുത്, പക്ഷെ വലുതായിരിക്കണം. അങ്ങനെയാണ് എനിക്ക് ഇപ്പം എൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഗീസ്. സോ നമുക്ക് അവിടെ പണിയൊന്നുമില്ല ആരംഭിക്കും. മഴ വന്നിട്ടുണ്ട് ഗീസ്. ഈ ഒരു മഴയെ കൊണ്ട് ഞാൻ തോറ്റി വേറെ. ഓക്കെ, സോ നമുക്ക് മൈൻഡ് ചെയ്യണ്ട. സോ നമുക്ക് എന്തായാലും നമ്മുടെ പണി തുടങ്ങാം. സോ ഇത്രയും ഇത് മതി ഗീസ്. ഓക്കെ, ബെഡ്റൂമിന് നമുക്ക് എന്തായാലും ഇനി ഒരു 4 ബ്ലോക്ക് ഹൈറ്റിൽ പോവാം. ഇപ്പോൾ എത്ര 1 2 3 4. ഓക്കെ, സോ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. കണക്ട് ചെയ്ത് കൊടുക്കുക ഗീസ്. 2 3 4. ഓക്കെ, ഇത് ബെഡ്റൂം ചെറുതായിരിക്കരുത് ഗീസൊക്കെ. എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. ബെഡ്റൂം നമ്മുടെ ഇത് ജസ്റ്റ് ടെമ്പററി ബേസാണ് ഗീസൊക്കെ. ഇതിപ്പോൾ നമുക്ക് കയറി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഈ കാണിക്കുന്നത്? ഇതിപ്പോൾ നമുക്ക് കയറി കിടക്കാനായിട്ട് ഞാൻ ടെമ്പററി സെറ്റപ്പ് ഞാനിവിടെ ചെയ്തതാണ് ഗീസൊക്കെ. ഇത് പെർമനൻ്റ് അല്ല. പെർമനൻ്റ് ബേസ് നമ്മൾ പണിയും. അത് ഇപ്പോഴേ ഇല്ല, പിന്നെ പണിയും ഗീസ്. ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് കയറി കിടക്കാൻ ഒരു വീട് അത്രയേ ഉള്ളൂ ഗീസ് ഇത്. സോ ആ വീടാണ് ഞാനിപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കണക്ട് ചെയ്തും കൊടുക്കാം ഗീസ്. ഓക്കെ, തീരെ ചെറുതല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കാം ഗീസ്. ഓക്കെ, ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുക. നമ്മുടെ വീടിൻ്റെ ഡിസൈനൊക്കെ വേണ്ടേ? ചുമ്മാ ഇങ്ങനെ ഇപ്പോൾ വീട് നമ്മൾ പണിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഗീസ്. സോ നമുക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അത്യാവശ്യം എൻ്റെ വുഡ് തീരും കേസ്. ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് ഞാനെന്തെങ്കിലും ചെയ്യട്ടെ. സോ ഗൈസ്, നമ്മുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ തീർന്നിട്ടുണ്ട് കേസൊക്കെ. ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇപ്പം ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട് കേസ്. നമുക്ക് കയറി കിടന്ന് അങ്ങ് ഉറങ്ങിയേക്കാം. നൈറ്റ് ആയി തോന്നുന്നു. ഇവര് മൂടൽ മഞ്ഞടിച്ചിരിക്കുന്നു കേസ്. നോക്കട്ടെ, നൈറ്റ് ആയി നോക്കട്ടെ.
നൈറ്റായി ഗീസ്, ജസ്റ്റ് മിസ്. ഇനി ഇപ്പം തീർന്നാനെ ഗീസ്, നമ്മുടെ കാര്യം ഇപ്പോൾ തീർന്നാനെ. നൈറ്റായത് ഭാഗ്യം. സോ രാവിലെ ആയില്ലേ? രാവിലെ ഓക്കെ. രാവിലെ ആയി. സോ നമ്മുടെ ഡിസൈനുകളൊക്കെ തീർന്നിട്ടുണ്ട് ചേച്ചി. നമുക്ക് നമ്മുടെ വുഡ് വെച്ച് കൊടുക്കാം കേസൊക്കെ. ഇവിടെ മൊത്തം വുഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബേസിൻ്റെ പണി നമുക്ക് നമ്മുടെ ബെഡ്റൂം നമുക്ക് സെറ്റാക്കാം കേസ്. സോ നമുക്ക് ഇവിടെ വുഡ് വെച്ച് മൊത്തം നമുക്ക് കവർ ചെയ്യാം കേസ്. സോ ഗൈസ്, ഒരു സൈഡ് ഞാൻ മൊത്തം വെച്ച് തീർത്തിട്ടുണ്ട് ഗീസൊക്കെ. ഇനി നമുക്ക് മറ്റേ സൈഡ് നമുക്ക് തീർക്കാം ഗീസൊക്കെ. ഇതുമാതിരി ഓക്കെ ഗീസ്. എന്നാലും ഒരുമാതിരി ചെറുതായി പോയ പോലെ, തീരെ ചെറുതായി പോയ പോലെ ഒരു സംശയം. കുഴപ്പമില്ല ഗീസൊക്കെ. നമുക്കിപ്പം തൽക്കാലത്തേക്ക് നമ്മുടെ ടെമ്പർ സെറ്റപ്പ് അല്ലേ, നമുക്ക് തട്ടിക്കൂട്ടി സെറ്റാക്കാം ഗീസൊക്കെ. ഓക്കെ നമുക്ക് തട്ടിക്കൂട്ടി സെറ്റാക്കാം. ഇത് എന്തെന്നാണ് ഇത്? ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ബേസിൻ്റെ വെളിയിൽ നോക്കാം. കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഗീസൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് മേൽക്കൂരൊക്കെ പണിയാണ് ഗീസൊക്കെ. അത് മേൽക്കൂര നമുക്ക് സെറ്റാക്കാം. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഞാൻ മറ്റേ ഇതെടുത്തോണ്ട് വരട്ടെ ഗീസ്, നമ്മുടെ ആ ഒരു സ്റ്റോൺ കട്ടർ ഗീസ്. ആ സ്റ്റോൺ കട്ടർ ഞാൻ നമ്മുടെ ആ വില്ലേജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ, എടുത്തില്ലെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഞാൻ എടുത്തില്ലെന്ന് ഗീസ്. നോക്കട്ടെ, എനിക്ക് പോലും ഓർമ്മയില്ല. എടുത്തില്ല ഗീസ്, എടുത്തില്ല. ഓക്കെ, നമുക്കെന്തായാലും ഇതങ്ങ് എടുക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് മൈനിങ്ങിന് പോകാം ഗീസ്. ഓക്കെ, നമുക്ക് ഒന്ന് അപ്ഗ്രേഡ് ആകാം ഗീസ്. എത്ര ദിവസം നമ്മൾ ഈ കോപ്പർ ആർമർ തന്നെ നിൽക്കണം ഗീസ്. അതോ നമുക്ക് അടുത്ത വീഡിയോയിൽ അയൺ ഫാം ഉണ്ടാക്കണോ? അത് നിങ്ങൾ കമൻറ്റിൽ പറ ഗീസ്. ഓക്കെ, മൈനിങ്ങിന് പോകണോ അതോ അയൺ ഫാം ഉണ്ടാക്കണോ നിങ്ങൾ കമൻറ്റിൽ പറ. സോ ഇതാണ് നമ്മുടെ ബേസ്. ഇത് ഇനി നമുക്ക് മേൽക്കൂര നോക്കിയാൽ മതി. സോ ഫസ്റ്റ് അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ബേസിന് കുറച്ച് ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുക്കും ഗീസ്. നമ്മുടെ സ്റ്റോൺ കട്ടർ ഇവിടെ നോക്കാം. സ്റ്റോൺ കട്ടർ ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതിൻ്റെ ബട്ടൺ ഉണ്ടാക്കാൻ വേണ്ടിയില്ലേ? കുഴപ്പമില്ല, ഒരു 30 ക്രാഫ്റ്റ് ആക്കാം. സോ ഇനി നമുക്ക് മണ്ടക്കോട്ട് കയറിയിട്ട് നമ്മുടെ മേൽക്കൂര പണിയാം. മണ്ടക്കോട്ട് കയറട്ടെ ഗീസ്. പിന്നെ സോ നമുക്ക് നേരം നമുക്കെന്തായാലും ആ ഒരു മേൽക്കൂര ഞാൻ പണിയട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗീസ്. സോ ഗൈസ്, അപ്പം ഞാൻ കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോയതാണ് ഗീസ്. ഓക്കെ, നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്റ്റോൺ നമുക്ക് കൊണ്ടിട്ട് ആ സ്റ്റെയർ ആക്കിയിട്ട് നമ്മുടെ വീട് ഞാനിപ്പോൾ ഇത്രയും തീർത്തിട്ടുണ്ട് ഗീസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ തീർത്താൽ മതി ഗീസ്. ഓക്കെ, അത് ഞാൻ വിചാരിക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാമെന്നാണ് ഗീസ്. സോ ഇന്നത്തെ എപ്പിസോഡ് എന്നതിൻ്റെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യം കമൻറ്റിലേക്ക്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നത് മീൻജാസ് ഗെയിമിംഗ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഗീസ്. അടുത്ത എപ്പിസോഡ് എന്നാലും ഞാനിത് കംപ്ലീറ്റ് ആക്കി വെച്ചേക്കും ഗീസ്. ഓക്കെ, അപ്പം അതൊക്കെ ഇത്രയും മതി ഗീസ്. ഓക്കെ, അപ്പം ലൈക്ക് അടിക്കാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗീസ്. ഓക്കെ, കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഒരു സപ്പോർട്ട് ഇല്ല ഗീസ്. ഓക്കെ, സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഗീസ്. ഓക്കെ, അപ്പം അടുത്ത എപ്പിസോഡ് ആയിട്ട് മീൻജാസ് ഗെയിം. ബൈ ഗീസ്.